പാർലമെന്ററി ജനാധിപത്യത്തിൽ മന്ത്രിസഭകളെ അവയ്ക്ക് നേതൃത്വം നൽകുന്നവരുടെ പേര് ചേർത്ത് വിളിക്കുന്ന രീതിയുണ്ട്. അതനുസരിച്ചാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയെന്നും VS മന്ത്രിസഭയെന്നുമൊക്കെ അതത് കാലത്തെ സർക്കാരുകൾക്ക് പേര് വന്നത്. ആ നിലയ്ക്ക് ഇപ്പോൾ പിണറായി മന്ത്രിസഭയാണ്. മുൻകാലങ്ങളിൽ മന്ത്രിസഭയെ അവരുടെ നായകരുടെ പേര് ചേർത്ത് സൗകര്യപൂർവ്വം വിശേഷിപ്പിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തം. എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ കേരളം ഭരിക്കുന്നത് പിണറായിയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരുടെയും പ്രവർത്തനം വിലയിരുത്തപ്പെടുക തന്നെ വേണം. കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിലൊന്നും ഒരു മുന്നണി ഭരണത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും ഇത്രമാത്രം നിയന്ത്രണം കൈവരിക്കാനായിട്ടില്ല എന്നതാണ് സത്യം. ഈ അനുകൂല സാഹചര്യം ഭരണാധിപൻ എന്ന നിലയിൽ പിണറായി വിജയന് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെയേറെ നല്ല കാര്യങ്ങൾ, നവീനമായ ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിനും നടപ്പാക്കുന്നതിനും പിണറായി വിജയൻ്റെ സർക്കാരിന് കഴിയുന്നത്. ഈ നേട്ടങ്ങളുടെയൊക്കെ പിന്നിൽ പാർട്ടിയുടെ ഫലപ്രദമായ ഇടപെടലും വിവേകപൂർവമായ നിലപാടുകളും അതിന് സഹായകമായി തീർന്നിട്ടുമുണ്ട്. എന്നാൽ കാർക്കശ്യം കൊണ്ട് മാത്രം ഭരണം മുന്നോട്ട് പോകില്ല. അതിന് വിട്ടുവീഴ്ച, സമന്വയം എന്നിവ കൂടി അനിവാര്യമാണ്. അപ്പോഴേ ചിട്ടയുള്ള വ്യക്തി നല്ല ഭരണാധികാരിയായി മാറൂ. ഈ പോരായ്മകൾ ഭരണത്തെ ബാധിച്ചു എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി നേരിടുന്നത്. വലിയ പദ്ധതികൾ, ഹൈവേ വീതി കൂട്ടൽ, അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ തുടങ്ങിയ കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുത്ത് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണ്. അത്തരം കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുകയും ചെയ്യും. മുഖ്യമായിട്ടും എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്നതിൽ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ വർഗത്തെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരുടെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥ വർഗമാണ് കേരളത്തിലുള്ളത്. പക്ഷെ അവരെ മനസ്സിലാക്കുന്നതിലും അവരെ ഒപ്പം സഹകരിപ്പിച്ച് നിർത്തുന്നതിലും പൂർണ്ണമായ പരാജയമാണ്. മുഖ്യമന്ത്രിയോടുള്ള ശൈലീപരമായ ഭിന്നത മുന്നണിക്കകത്തുമുണ്ട്. ഭരണത്തിൻ്റെ തുടക്കത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതലെടുത്ത CPI പിന്നീട് മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നതിൻ്റെ കാരണം അതാണ്. പ്രതികരണങ്ങളിലെ ദാക്ഷിണ്യമില്ലായ്മയെ മുതലാളി ശബ്ദമായാണ് കാനം രാജേന്ദ്രൻ താരതമ്യം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ആ ചോദ്യത്തിൽ ഒരു മാടമ്പി സ്വഭാവം വളരെ ശക്തമായിട്ട് പ്രതിധ്വനിച്ചു എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം. അങ്ങനെയല്ല ഒരു മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ സമരങ്ങളോട് പ്രതികരിക്കേണ്ടത്. പ്രത്യേകിച്ച് മഹിജയെ പോലെയുള്ളതായ CPM കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി. ബന്ധുനിയമന ഫോൺ വിളി വിവാദങ്ങളുടെ തുടക്കം മുതൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടിനെ പൊതുസമൂഹം കയ്യടിയോടെ അംഗീകരിച്ചതാണ്. പക്ഷേ അന്നത്തെ ധാർമ്മിക നിലപാട് മന്ത്രിക്ക് ചേരാത്ത പരാമർശങ്ങൾ നടത്തുന്ന MMമണിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി എടുത്തില്ല. അവിടെ നാടൻ പ്രയോഗങ്ങളുടെ പാരുഷ്യമെന്ന് ആശ്വാസം കൊണ്ടു. ഇടുക്കി കളക്ടറെയും സബ് കളക്ടറെയും പുലഭ്യം പറഞ്ഞിട്ടും നടപടി പാർട്ടി ശാസനയിൽ ഒതുങ്ങി. അതൊക്കെ വളരെ വളരെ തെറ്റായൊരു പ്രവണതയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. കാരണം ഈ പിണറായി വിജയൻ്റെ ഒരു പ്രത്യേക ശൈലിയിൽ നിന്നാണ് ജനതരം വാശിയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യുന്ന മണിയെപ്പോലെയൊക്കെയുള്ള ഒരാളെ ഒരു സംരക്ഷിക്കുക. അതിപ്പോൾ കുറേ കൂടി വിപുലമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഇപ്പോൾ ഇടുക്കി പോലുള്ള ജില്ലയിലൊക്കെ തന്നെ ഇടതുപക്ഷ പാർട്ടികളായ CPI ആയാലും CPM ആയാലും അവരുടെ കുറേ താല്പര്യങ്ങളാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഈ ഭൂമി കയ്യേറ്റത്തിലൊക്കെ തന്നെയുള്ളത്. വികസന കാര്യങ്ങളുടെ നിർവഹണത്തിലും തുടർച്ചയിലും ശ്രദ്ധ വയ്ക്കുന്ന മുഖ്യമന്ത്രിയുടെ തനതായ ശൈലി തന്നെയാണ് മുടങ്ങിക്കിടക്കുന്ന ദേശീയപാതാ വികസനമടക്കമുള്ള പദ്ധതികളുടെ കുരുക്കഴിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിന് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള ഭയം ഈ ഭരണത്തിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാര്യങ്ങൾ ശരിയായി ബോധിപ്പിക്കാനായിരുന്നെങ്കിൽ പല വിവാദങ്ങളും തുടക്കത്തിൽ തന്നെ ഒതുങ്ങിയേനെ. മുഖ്യമന്ത്രിയെ കാണാൻ മന്ത്രിമാർക്ക് കാത്തിരിക്കേണ്ടി വരുന്നതും ഭരണകക്ഷി MLA പ്രതിപക്ഷ MLAയുടെ മുന്നിൽ വെച്ച് ശകാരിക്കപ്പെട്ടതും ഈ ഭരണത്തിലെ അപൂർവമല്ലാത്ത കാഴ്ചകളായിരുന്നു. മന്ത്രിമാർ കഴിവുള്ള ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ പൊതുവായി പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ അതിശോഭ മന്ത്രിമാർക്ക് ഉള്ള ശോഭയെ കെടുത്തിക്കളയുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാര്യം നടന്നാൽ പോരെന്ന് ചോദിക്കാം. അങ്ങനെയല്ല, അവർക്ക് കുറച്ചും കൂടെ ഇനിഷ്യേറ്റീവ് പ്രകടിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അത് അവർ ബഹുമാനം കൊണ്ട് പുറകോട്ട് മാറി നിൽക്കുന്നതായാലും മുഖ്യമന്ത്രി അവരെ വിളിച്ച് മുമ്പോട്ട് കയറ്റി നിർത്തി ഓരോ മന്ത്രിക്കും തൻ്റെ സ്വന്തമായ ശൈലിയിൽ പ്രവർത്തിക്കാൻ ഉള്ള പ്രോത്സാഹനം കൊടുക്കണം. അതാണ് ഇപ്പോൾ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്ന ആകെ ഒരു സംഗതി. ബാക്കിയെല്ലാം കൊള്ളാം. മന്ത്രിമാരിൽ
ജി സുധാകരൻ, ജെ മേഴ്സിക്കുട്ടിയമ്മ, ഇ ചന്ദ്രശേഖരൻ, വി എസ് സുനിൽകുമാർ, മാത്യു ടി തോമസ് എന്നിവർ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു. എന്നാൽ ധനമന്ത്രി തോമസ് ഐസക്കിന് പഴയകാല പ്രകടനം ആവർത്തിക്കാനാകുന്നുവെന്ന് സംശയമാണ്. പ്രതീക്ഷയുണർത്തിയ പ്രൊഫസർ സി രവീന്ദ്രനാഥ് സിദ്ധാന്തത്തിനും പ്രയോഗത്തിനുമിടയിൽ നക്ഷത്രമെണ്ണുന്നു. ഇനിയും കാര്യങ്ങൾ പഠിക്കാത്തവരുമുണ്ട് മന്ത്രിസഭയിൽ. ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? തൊഴിൽ മന്ത്രി ആരാണ്? സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ആരാണ്? തുടങ്ങിയുള്ള കാര്യങ്ങൾ വാർത്തകളിലോ നിർമ്മാണ പ്രവർത്തനങ്ങളിലോ നയപരമായ കാര്യങ്ങളിലോ ഒക്കെ വന്നിട്ട് അവരുടെ വ്യക്തിപരമായ സ്വാധീനം അല്ലെങ്കിൽ അതിൻ്റെ സംഭാവന നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഒരാളെ ഈ നാട് ഭരിക്കുന്നുണ്ടോ അത് വിജയനാണ്, പിണറായിയാണ് എന്നൊരു തോന്നലുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഭരണത്തിൽ ഒരു വർഷം ഒരു വലിയ കാലയളവല്ല. തിരുത്താനും മെച്ചപ്പെടാനും ഇനിയുമുണ്ട് 4 വർഷങ്ങൾ. അതിനുള്ള നിശ്ചയദാർഢ്യമാണ് സർക്കാരിന് ഉണ്ടാകേണ്ടത്. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയോടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്.